പ്രിയ സുഹൃത്തെ, വെൽത്ത് ക്രിയേഷൻ എന്നത് ഒരു മാങ്ങാണ്ടി കുഴിച്ചിട്ട് അത് വെള്ളമൊഴിച്ച് വളർത്തുന്നത് പോലെ വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ക്ഷമയോടെ കാത്തിരിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഈ കാത്തിരിപ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ വളരെ ക്രിയേറ്റീവായിട്ട് താങ്കൾക്ക് നിക്ഷേപിക്കാൻ സാധിച്ചാൽ 25 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട ഗോള് ഒരു 15 വർഷം കൊണ്ടൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നേ ദിവസം ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരുപക്ഷെ താങ്കൾക്കും പലർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ച് ടിപ്സ് പവർഡ് ബൈ ഡയസ് ഇൻവെസ്റ്റ്, കേരളാസ് നമ്പർ 1 മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ. തൊമ്മിച്ച് ടിപ്സ് ആൻഡ് ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച നന്ദി. ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു മാങ്ങാണ്ടി നമ്മൾ കുഴിച്ചിടുന്നതാണ്, അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ദിവസം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പല ആഴ്ചകൾ കഴിയുമ്പോൾ ഇതിൽ നിന്ന് ചെറിയൊരു ഇതള് വരും. അതിനുശേഷം വീണ്ടും നമ്മളതിനെ കെയർ ചെയ്യുന്നു. അങ്ങനെ ഈ സംഭവം പതുക്കെ വലുതാവുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ കുറച്ച് കൂടുതൽ ഇലകൾ വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. അതിനുശേഷം അത് വീണ്ടും കുറച്ചും കൂടി വലുതാകുന്നു. വീണ്ടും ഇപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് വലുതായി കുറേ ഇലകളൊക്കെ വരും. അതിനുശേഷം മാങ്ങ ഉണ്ടാകാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാങ്ങാണ്ടിയിൽ നിന്ന് മാങ്ങ ഉണ്ടാവുന്ന ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇതേ രീതിയിലാണ്. ഇപ്പോൾ തുടക്കത്തിൽ നമ്മളിങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് പ്രത്യേകിച്ച് തിരിച്ചൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് ഈവൻ നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഇഷ്ടംപോലെ ഫലങ്ങൾ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഇത്ര നാൾ വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അതായത് അവരെ സംബന്ധിച്ചും മാവ് വേണം, അതിൽ നിന്ന് മാങ്ങയും വേണം. എന്നാൽ ഇതുപോലെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും? ഏകദേശം ഈ ഒരു ലെവലിലുള്ള ഒരു മാവ് അവർ ഏതെങ്കിലും ഒരു തോട്ടത്തിൽ വേറെ ആരെങ്കിലും വളർത്തിയ ഒരു മാവ് കൂടുതൽ പണം കൊടുത്തിട്ട് അവർ വാങ്ങിയിട്ട് അതുകൊണ്ടൊന്ന് അവരുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ കെയർ ചെയ്ത് വരുന്ന ഈ ഒരു സമയം ഇദ്ദേഹത്തിന് ലാഭിക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് വെൽത്ത് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിലും നമുക്ക് ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഫോളോ ചെയ്തുകൂടാം? ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സപ്പോസ് ഇവിടെ നമ്മുടെ തൊമ്മിച്ചൻ്റെ പക്കൽ ഏകദേശം ഒരു 25,000 രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ സർപ്ലസ് ആയിട്ട് ഒരു 25,000 എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 25,000 ഒരു 12% റിട്ടേൺ കിട്ടുന്ന രീതിയിൽ 25 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഒരു 5 കോടി രൂപയുടെ ഒരു 5 crore ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മളിങ്ങനെ വരക്കുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. 25 വർഷം കഴിയുമ്പോഴേക്കും ഇവിടെ 5 കോടി രൂപയാകും. അപ്പോൾ ഇതിനെ ഞാൻ വീണ്ടും ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ഞാൻ വീണ്ടും ഇതിനൊന്ന് ഞാൻ ഡിവൈഡ് ചെയ്യണേണ്. അതായത് ഇവിടെ 5, 10, പിന്നെ 15, 20. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം 25,000 രൂപ വെച്ച് SIP സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു 50 ലക്ഷം രൂപയുടെ ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഏകദേശം ഇവിടെ വെച്ചാണ്. അതായത് ഏകദേശം ഒരു 9 വർഷം കഴിയുമ്പോഴേക്കാണ് ഇവിടെ 50 ലക്ഷം രൂപയുടെ ഒരു കോർപ്പസ് ഇദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. വീണ്ടും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ വെച്ചാണ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച്, അതായത് 13ാമത്തെ വർഷമാണ് ഇദ്ദേഹത്തിന് 1 കോടി രൂപയുടെ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഏകദേശം ഇവിടെ വെച്ച് 20ാമത്തെ വർഷമാണ് ഒരു 2.5 CR കോർപ്പസ് ഇദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇദ്ദേഹത്തിന് ടോട്ടൽ വേണ്ടത് 5 കോടി രൂപയാണ്. ആ 5 കോടി രൂപയുടെ 10% കോർപ്പസ് ഇദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് ഏകദേശം 9 വർഷമാണ്. അതായത് ടോട്ടൽ കാലാവധിയുടെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഏകദേശം 40% സമയം, 40% സമയമാണ് ഇദ്ദേഹത്തിന് 10% കോർപ്പസ്, അതായത് ടോട്ടൽ വേണ്ട 5 കോടിയുടെ 10% എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപ, അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടോട്ടൽ സമയത്തിൻ്റെ 40% സമയമെടുത്തു. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ പറഞ്ഞ ഏകദേശം ഒരു 9 അല്ലെങ്കിൽ 10 വർഷം നമുക്ക് ലാഭിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ ഏകദേശം 50 ലക്ഷം രൂപ കയ്യിലുണ്ടെന്ന് വിചാരിച്ചോ. അതിപ്പോൾ ബാങ്കിലോ അല്ലെങ്കിൽ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റിസോഴ്സിൽ നമുക്കൊരു 50 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ 50 ലക്ഷം രൂപ നമ്മൾ ഇപ്പം നേരത്തെ ഞാൻ കാണിച്ച ഈ ഒരു പടത്തിൽ പോലെ ഇത്ര ഫലവത്തായിട്ടുള്ള ഒരു വൃക്ഷം കൊണ്ടുവന്ന് നടന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 50 ലക്ഷം രൂപ നമ്മൾ സിംഗിളായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം 25,000 റുപ്പീസിൻ്റെ SIP നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ, ഇവിടെ നിന്ന് ഇപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് 25 വർഷം വേണ്ട, 25 വർഷം ഇല്ലാതെ തന്നെ ഏകദേശം ഒരു 16 വർഷം കൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഏകദേശം 25 ലക്ഷം രൂപ അച്ചീവ് ചെയ്യാൻ വേണ്ടി 6 വർഷത്തോളം സമയമെടുക്കും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 10 ലക്ഷം രൂപ എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം 3 വർഷത്തോളം എടുക്കും. അപ്പോൾ ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ 50 ലക്ഷം രൂപയില്ല, 25 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 6 വർഷം ലാഭിക്കാൻ പറ്റും. ഇനി 10 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ആ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ 25,000 രൂപ SIP ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ഏകദേശം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 വർഷത്തോളം നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ശരിക്കും വളരെ എഫക്റ്റീവായിട്ട്, അതായത് ഇപ്പോൾ നിങ്ങളുടെ പക്കൽ ഇപ്പോൾ ഒരു സിംഗിളായിട്ട് ഏതെങ്കിലും റിസോഴ്സിലുള്ള ഒരു തുകകളുണ്ടെങ്കിൽ ആ തുക ഒരു ഇനിഷ്യലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു SIP ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ തൊമിച്ചൻ, അദ്ദേഹത്തിന് ഇപ്പം നിലവിലെ 35 വയസ്സാണ്, 60ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് ചെയ്യാൻ വേണ്ടി 25,000 രൂപയുടെ SIP ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ 35ാമത്തെ വയസ്സിൽ ഇദ്ദേഹം ഒരു 50 ലക്ഷം രൂപ സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം ഈ SIP സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇദ്ദേഹത്തിന് 60ാമത്തെ വയസ്സിലാണ് റിട്ടയർമെൻ്റ് ആകേണ്ടത്. പക്ഷേ ഈ 50 വയസ്സാകുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് 5 കോടി രൂപയുടെ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്ന സമയത്ത് ഇദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഏർലി റിട്ടയർമെൻറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു വ്യക്തി, അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ 45 വയസ്സുണ്ട്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ 60 വയസ്സിനുള്ളിൽ റിട്ടയർഡ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിനും ഒരു 5 കോടി രൂപയുടെ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് 25,000 റുപ്പീസ് അടക്കാനുള്ള കപ്പാസിറ്റി, അതായത് മാസം 25,000 രൂപ അടക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇപ്പം നിലവിൽ ഇത്ര നാളത്തെ ഒരു സമ്പാദ്യമായിട്ട് 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ 50 ലക്ഷം പ്ലസ് SIP ആയിട്ട് 25,000, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 15 വർഷം കഴിയുമ്പോഴേക്കും ഈ 5 കോടി രൂപയുടെ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കിവിടെ കാണാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ ലെവലിലാണ് ഇപ്പം നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നാൽ നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു റിട്ടേൺസ് കാണാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ആദ്യത്തെ ഒരു കോടി എത്താൻ വേണ്ടി 13 വർഷം വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടുന്ന് 1 കോടി എത്താൻ വേണ്ടി ഏകദേശം 1 വർഷം അല്ലെങ്കിൽ 1.25 വർഷം സമയം എടുക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നെ ആദ്യത്തെ 2.5 കോടി എത്താൻ വേണ്ടി 20 വർഷം എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ലാസ്റ്റ് 2.5 കോടി കണ്ടെത്താൻ വേണ്ടി വെറും 5 വർഷം സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇനിഷ്യൽ ലെവലിലുള്ള ഈ സമയം എടുക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ തുടക്കത്തിൽ തന്നെ ഒരു ലംസമായിട്ട് ഒരു തുക നമുക്ക് നിക്ഷേപിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇനിഷ്യൽ ലെവലിൽ ഈ എടുക്കുന്ന ഈ കുറേ സമയം നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഇത് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സപ്പോസ് താങ്കളിപ്പോൾ ഒരു നിക്ഷേപകനാണെങ്കിൽ താങ്കൾ റിലേഷൻഷിപ്പ് മാനേജറായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ തരത്തിൽ അവർക്ക് പ്ലാൻ ചെയ്ത് നിക്ഷേപിക്കുന്നതിന് വേണ്ടി അവർ ഹെൽപ്പ് ചെയ്തു തരും. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളെപ്പോഴും താങ്കളിപ്പോൾ ഒരു പുതിയൊരു നിക്ഷേപകനാണെങ്കിൽ ഈ തരത്തിലുള്ളൊരു സ്ട്രാറ്റജി, അതായത് താങ്കളുടെ പക്കൽ ഇപ്പോൾ കയ്യിലുള്ള എമൗണ്ട് അത് എത്രയാണോ, 5 ലക്ഷമോ 10 ലക്ഷമോ 15 ലക്ഷമോ 20 ലക്ഷമോ, അതിപ്പോൾ അടുത്തൊരു 5-10 വർഷത്തിനുള്ളിൽ താങ്കൾക്ക് ആവശ്യമില്ലെങ്കിൽ ആ തുകയും കൂടി ഒരു ഇനിഷ്യൽ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് SIP തുടങ്ങിക്കഴിഞ്ഞാൽ ഈ തരത്തിൽ കുറേ വർഷങ്ങൾ നമുക്ക് ലാഭിക്കുവാനും വളരെ എളുപ്പത്തിൽ താങ്കളുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യുവാനും സാധിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച ടിപ്സിൽ വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.